നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സീസണിലെ യുവേഫ ചാമ്പ്യൻസ് ലീഗ് ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങൾ ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. ഇനി പ്രീ ക്വാർട്ടർ മത്സരങ്ങളാണ് നടക്കാനുള്ളത്. അതേസമയം ലീഗുകളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ പകുതിയോളം മത്സരങ്ങൾ ഇപ്പോൾ അവസാനിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെ പറയേണ്ടി വരും. ഇതിനിടെ യുവേഫ തങ്ങളുടെ കോഎഫിഷ്യന്റ് റാങ്കിങ് ഒന്ന് പുതുക്കിയിട്ടുണ്ട്. സമീപകാലത്തെ പ്രകടനങ്ങൾ ഇതിൽ വ്യക്തമായി പ്രതിഫലിക്കുന്നുണ്ട്. ഒന്നാം സ്ഥാനത്ത് വരുന്നത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് വമ്പന്മാരായ മാഞ്ചസ്റ്റർ സിറ്റി തന്നെയാണ്. ഈ വർഷം 5 കിരീടങ്ങൾ നേടിയ ക്ലബ്ബാണ് മാഞ്ചസ്റ്റർ സിറ്റി. രണ്ടാം സ്ഥാനത്ത് ജർമ്മൻ വമ്പന്മാരായ ബയേൺ മ്യൂണിക്ക് വരുന്നു. മികച്ച പ്രകടനം അവർ തുടരുന്നു. മൂന്നാം സ്ഥാനത്ത് വരുന്നത് സ്പാനിഷ് വമ്പന്മാരായ റയൽ മാഡ്രിഡ് ആണ്. ചാമ്പ്യൻസ് ലീഗ് ഗ്രൂപ്പ് ഘട്ടത്തിലെ എല്ലാ മത്സരങ്ങളും വിജയിക്കാൻ റയലിന് സാധിച്ചിരുന്നു. നാലാം സ്ഥാനത്ത് വരുന്നത് PSG ആണ്. ഗ്രൂപ്പ് ഘട്ടം മറികടക്കാൻ ഒരൽപ്പം ബുദ്ധിമുട്ടിയെങ്കിലും 4ാം സ്ഥാനം സ്വന്തമാക്കാൻ കഴിഞ്ഞത് അവരുടെ സമീപകാലത്തെ മികച്ച പ്രകടനങ്ങളും അതുപോലെ തന്നെ അവരുടെ കരുത്തും തെളിയിക്കുന്ന ഒന്ന് തന്നെയാണ്. അതേസമയം സ്പാനിഷ് വമ്പന്മാരായ FC ബാഴ്സലോണയ്ക്ക് ഇത് മോശം സമയമാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ബാഴ്സ സ്ട്രഗിൾ ചെയ്യുകയാണ്. അത് ഈ റാങ്കിങ്ങിൽ കാണുന്നുമുണ്ട്. നിലവിൽ 12ാം സ്ഥാനത്താണ് FC ബാഴ്സലോണയുള്ളത്. കഴിഞ്ഞ 25 വർഷത്തിനിടയിലുള്ള ഏറ്റവും മോശം നിലയിലാണ് ഇപ്പോൾ FC ബാഴ്സലോണ എത്തിയിരിക്കുന്നത്. 2010 മുതൽ 2021 വരെ സ്ഥിരമായിട്ട് ടോപ്പ് 4-ൽ ഉണ്ടായിരുന്ന ബാഴ്സലോണ അതിനുശേഷം കൂപ്പുകുത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. യുവേഫയുടെ കോമ്പറ്റീഷനുകളിലെ മോശം പ്രകടനങ്ങൾ യഥാർത്ഥത്തിൽ വലിയ ഒരു തിരിച്ചടിയാണ് FC ബാഴ്സലോണയ്ക്ക് സൃഷ്ടിച്ചിട്ടുള്ളത്. ഈ റാങ്കിങ്ങിൽ 5ാം സ്ഥാനത്ത് വരുന്നത് ലിവർപൂളാണ്. 6ാം സ്ഥാനത്ത് ഇന്റർ മിലാനും 7ാം സ്ഥാനത്ത് RB ലീപ്സിഗും വരുന്നു. 8 ചെൽസി, 9 മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, 10 റോമ, 11 ഡോർമുണ്ട് എന്നിങ്ങനെയാണ് വരുന്നത്. 12 FC ബാഴ്സലോണയാണ്. 13ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് മറ്റൊരു സ്പാനിഷ് വമ്പന്മാരായ അത്ലറ്റിക്കോ മാഡ്രിഡ് ആണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.